വർഷങ്ങൾ നീണ്ട ഔദ്യോഗിക ജീവിതത്തിന് വിരാമമിട്ട് പുതിയൊരു യാത്രയ്ക്ക് തയ്യാറായി രണ്ടുപേർ. ഒരാൾ അധ്യാപകനായും മറ്റൊരാൾ അഡ്മിനിസ്ട്രേറ്ററായും സൗമ്യമായി ശാന്തമായി നടന്നു നീങ്ങിയ വഴികൾ. കുറവലങ്ങാട് ദേവമാതാ കോളേജിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഈ വർഷം കോളേജിനോട് വിട പറഞ്ഞ് റിട്ടയർമെന്റ് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവർ മറ്റാരുമല്ല, കോളേജിന്റെ ഇംഗ്ലീഷ് വകുപ്പ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും വിരമിക്കുന്ന ഡോക്ടർ ജെയ്സൺ പി ജേക്കബ് സാറും അതേപോലെ കോളേജിൻ്റെ ഓഫീസ് സൂപ്രണ്ട് പദവിയിൽ നിന്നും വിരമിക്കുന്ന ശ്രീ സിബി എബ്രഹാം ഐസക് സാറുമാണ്. അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ യുവത്വത്തിൻ്റെ മുഖമുദ്രയായ തെളിമയും സൗന്ദര്യവും അവരുടെ മുഖത്ത് മാത്രമല്ല നമ്മൾ ദർശിച്ചിട്ടുള്ളത്, മറിച്ച് അവരുടെ ഓരോ പ്രവർത്തനത്തിലും അത് നമുക്കേവർക്കും അനുഭവവേദ്യമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കുറവലങ്ങാട് ദേവമാതാ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായി വിരമിക്കുന്ന ഡോക്ടർ ജെയ്സൺ പി ജേക്കബ് 1969 ജൂലൈ 12 ശ്രീ പി വി ചാക്കോയുടെയും ശ്രീമതി ഏലമ്മ ചാക്കോയുടെയും മകനായി കുടമാളൂർ പ്ലാക്കിൽ കുടുംബത്തിൽ ജനിച്ചു. കുടമാളൂർ സെന്റ് മേരീസ് എൽ പി സ്കൂൾ, മണ്ണാറപ്പാറ സെന്റ് സേവിയേഴ്സ് എൽ പി സ്കൂൾ, കാഞ്ഞിരത്താനം സെന്റ് ജോൺസ് ഹൈസ്കൂൾ, മുട്ടുചിറ ഹോളിഗോസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടി. സ്നേഹപിതാവായ ദൈവമേ, ദേവമാതാ കുടുംബത്തിലെ അംഗങ്ങളായ ഞങ്ങൾ ഓരോരുത്തർക്കും അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഇന്നേ ദിവസം ഈ കോളേജുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരോരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവമാതാ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം സൂപ്രണ്ട് സ്ഥാനത്ത് നിന്നും വിരമിക്കുന്ന ശ്രീ സിബി അബ്രഹാം ഐസക്, കുറവലങ്ങാട് മറ്റുപിള്ളിൽ ശ്രീ MC ഐസക്, ശ്രീമതി അന്നമ്മ ഐസക് എന്നീ ദമ്പതികളുടെ ഏക മകനായി 1969 മാർച്ച് 3 ജനിച്ചു. പത്തനംതിട്ട ജില്ലയിലെ കുമ്പളാംപൊയ്ക CMS ഹൈസ്കൂൾ, മരങ്ങാട്ടുപിള്ളി സെന്റ് തോമസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഉന്നത വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം ഉള്ളിൽ സൂക്ഷിച്ച് കുറവലങ്ങാട് ദേവമാതാ കോളേജിന്റെ പടികടന്നെത്തിയ രണ്ട് സമകാലികർ. 1984 മുതൽ 1986 വരെയുള്ള കാലഘട്ടത്തിൽ രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളിലായി ഇവർ രണ്ടുപേരും പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് ബിരുദ പഠനത്തിനായി രണ്ടുപേരും ഇതേ കോളേജ് തന്നെ തിരഞ്ഞെടുത്തതിലൂടെ ദേവമാതാ കോളേജുമായുള്ള ഇവരുടെ ബന്ധം കൂടുതൽ ദൃഢമായി തീർന്നു. ബിരുദ പഠനത്തിന് ഐച്ഛിക വിഷയമായി കെമിസ്ട്രി തിരഞ്ഞെടുത്ത ജെയ്സൺ പി ജേക്കബ് ഭാഷയും സാഹിത്യവുമാണ് തന്റെ വഴി എന്ന് സ്വന്തം അധ്യാപകരെ കൊണ്ട് പറയിപ്പിക്കാൻ മാത്രം മികവുള്ള ഒരു സാഹിത്യ വിദ്യാർത്ഥി കൂടിയായിരുന്നു. ജെയ്സണെ ഞാൻ ശ്രദ്ധിക്കുന്നത് ജെയ്സന്റെ സാഹിത്യ സാംസ്കാരിക കാര്യങ്ങളിലുള്ള താല്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഞങ്ങൾ കോട്ടയത്തെ സാഹിതി സഖ്യം എന്നൊരു സാഹിത്യ സംഘടന നടത്തിക്കൊണ്ടിരുന്നു. അതിൻ്റെ എല്ലാ മാസവുമുള്ള മീറ്റിങ്ങുകളിൽ ജെയ്സൺ മുടങ്ങാതെ വരുമായിരുന്നു, വന്ന് പങ്കെടുക്കും, ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യും. ജെയ്സൺ ഒരു നല്ല അധ്യാപകനാകാനിടയുണ്ടെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം സാഹിത്യ സാംസ്കാരിക കാര്യങ്ങളിൽ താല്പര്യമില്ല എങ്കിൽ പ്രത്യേകിച്ച് ലാംഗ്വേജ് ടീച്ചേഴ്സ് ഒരു സക്സസ് ആവാൻ സാധ്യത വളരെ കുറവാണ്. കുട്ടികളുടെ മനസ്സിൽ അവർക്ക് ഒരിടം കിട്ടാതെ പോകും. ജെയ്സൺ ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഉറച്ച ബോധ്യം. കുട്ടികൾ അദ്ദേഹത്തെ പറ്റി നല്ല അഭിപ്രായമാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. മാനേജ്മെൻറ്റിന് നല്ല മതിപ്പായിരുന്നു ജെയ്സനെ പറ്റി. ബിരുദ പഠനത്തിനു ശേഷം തന്നിലെ ശാസ്ത്ര വിദ്യാർത്ഥിയെ സാഹിത്യാസ്വാദനത്തിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് അദ്ദേഹം 1990 ഡൽഹി PRSIയിൽ നിന്ന് പബ്ലിക് റിലേഷൻസ് ആൻഡ് ജേർണലിസം എന്ന വിഷയത്തിൽ PG ഡിപ്ലോമ കരസ്ഥമാക്കി. എൻ്റെ കൂട്ടുകാരനും നാട്ടുകാരനും സഹപാഠിയും സഹപ്രവർത്തനും ഒക്കെയാണ് ഏറെ പ്രിയപ്പെട്ട ജെയ്സൺ സാർ. രസതന്ത്രത്തിൻ്റെ ലോകത്ത് നിന്ന്
സാഹിത്യത്തിൻ്റെ രസക്കൂട്ടിലേക്ക് ചേക്കേറിയ ജെയ്സൺ സാർ ഒരു നല്ല അധ്യാപകനും നല്ല ആസ്വാദകനും ഗായകനും സർവോപരി ഒരു നല്ല സുഹൃത്തുമാണ്. 1992 കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ MA ബിരുദം നേടിയ ജെയ്സൺ പി ജേക്കബ് 1994 കേരള യൂണിവേഴ്സിറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ നിന്ന് MPhilലും 2016 MG യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ നിന്ന് ഡോക്ടറേറ്റും കരസ്ഥമാക്കി. 1996 മുതൽ ഇലാഹിയ കോളേജ്, 1998 മുതൽ പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ, 2005 മുതൽ കോതനല്ലൂർ ഇമ്മാനുവേൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപനം നിർവഹിച്ചു. നല്ല മിടുക്കനായ അധ്യാപകനായിരുന്നു. അന്നും എല്ലാ കാര്യത്തിലും വലിയ താല്പര്യവും ഉത്സാഹവും എല്ലാവരോടും ഏറ്റവും ആത്മാർത്ഥമായ പെരുമാറ്റവും സ്നേഹവും ഒക്കെ ഉണ്ട്. ഏത് വർക്ക് ഏൽപ്പിച്ചാലും അതിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും ഭംഗിയായിട്ട് സാറ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് സ്റ്റാഫിനും മൊത്തം സാറിന് ഇഷ്ടമാണ്, പിള്ളേർക്കും മൊത്തം ഇഷ്ടം, മാനേജ്മെൻറ്റിനും ഇഷ്ടമാണ്. ഒരു മിടുക്കനായ ചെറുപ്പക്കാരൻ, നല്ല ഉത്സാഹിയായ അധ്യാപകന്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഗോള്, ലീപ്പ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രോഗ്രാമുകൾ. ഇതിനൊക്കെയും വളരെ ഉത്സാഹിച്ച് നിന്ന സാറായിരുന്നു. സാറ്റർഡേസിൽ പോയി സാർ ഇതിന് ക്ലാസ് എടുക്കും. പ്രത്യേകിച്ച് പ്രതിഫലമോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും അല്ല, അത് ആഗ്രഹിച്ചിട്ടുമല്ല, അതിനുള്ള താല്പര്യത്തിലുമല്ല. മാനേജ്മെൻറ്റിനോടുള്ള താല്പര്യവും ഈ രംഗത്തുള്ള സാറിൻ്റെ ഉത്സാഹവും ടീച്ചിങ്ങിനോടുള്ള ഇഷ്ടവും ഒക്കെ കൊണ്ട് സാർ അതിന് പോയി ക്ലാസ് എടുക്കുമായിരുന്നു. മിക്കവാറും എല്ലാ സാറ്റർഡേസിനും ക്ലാസ് ഉണ്ട്. കാലങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന കോളേജ് അധ്യാപനമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തിയത് ദേവമാതാ കോളേജാണ്. 2010 ഡിസംബർ മാസത്തിൽ മാതൃവിദ്യാലയത്തിൽ തന്നെ അദ്ദേഹം ഇംഗ്ലീഷ് അധ്യാപകനായി നിയമിതനായി. ദേവമാതാ കോളേജിനെ പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് നമ്മൾ ആദ്യം എനിക്ക് വരുന്നത് നമ്മുടെ നാക്ക് വിസിറ്റാണ്. അന്ന് തായ്തടിയോട് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിനോട് ചേർന്ന് നിന്ന അതിശക്തമായ ഒരു ശിഖരമായിരുന്നു ജെയ്സൺ. ഒട്ടേറെ കാര്യങ്ങൾ, കോ കരിക്കുലർ ആക്ടിവിറ്റീസും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ഓടി നടന്ന് ചടുലതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്ത ജെയ്സൻ്റെ അന്നത്തെ സേവനങ്ങൾ എൻ്റെ മനസ്സിൽ ഇതുപോലെ ഓർമ്മയിൽ വരുന്നുണ്ട്. ജെയ്സൺ പിന്നെ എൻ്റെ നാട്ടുകാരനാണ്. കുഞ്ഞുനാൾ മുതൽ എനിക്ക് അദ്ദേഹത്തെ അറിയാം. കാഞ്ഞിരത്താനം എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പാരിഷ്. അതുപോലെ തന്നെ നമ്മുടെ കാഞ്ഞിരത്താനം പള്ളിയുടെ ദേവാലയത്തിൻ്റെ 100 വർഷം സെൻറ്റിനറി ആഘോഷങ്ങളുടെ ഞാനിപ്പോഴും ഓർക്കുന്നൊരു ഓർമ്മ എന്ന് പറയുന്നൊരു വലിയ ജേർണലും മറ്റും പബ്ലിഷ് ചെയ്തു. അതിൻ്റെ ചീഫ് എഡിറ്റർ ഇദ്ദേഹമായിരുന്നു. നല്ലപോലെ ഡ്രാഫ്റ്റിംഗ് സ്കില്ലുള്ള ആളാണ്. കറതീർന്ന ഭാഷാപ്രാവീണ്യം, ആഴമുള്ള വ്യക്തിത്വം, കലയിലും സാഹിത്യത്തിലും സംഗീതത്തിലുമുള്ള പ്രാഗൽഭ്യം എന്നിവയിലൂടെ മാനേജ്മെന്റിനും സഹപ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാമിടയിൽ അദ്ദേഹം പെട്ടെന്ന് ശ്രദ്ധേയനായി. (2015 മുതൽ 2018 വരെ NSS പ്രോഗ്രാം ഓഫീസറായിരുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട JPJ നൂതനാശയങ്ങൾ കൊണ്ടും തന്മയത്വം കൊണ്ടും പ്രവർത്തന മേഖലയിൽ 100 മേനി വിളവ് കൊയ്തെടുത്തു. അഭിനയത്തിലും ഛായാഗ്രഹണത്തിലുമുള്ള അദ്ദേഹത്തിന്റെ മികവ് ഈ അധ്യാപകനെ മറ്റുള്ളവരിൽ നിന്നും ഒരു പടി മുന്നിൽ നിർത്തുന്നു. റോബർട്ട് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ടുപിടിച്ച ഈ ഡിവൈസ് നമുക്കത്രയേറെ പ്രിയപ്പെട്ട നമ്മുടെ ഓർമ്മകളെ ഒരിക്കൽ കൂടി റീലീവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ ജെയ്സണും ഞാനും തമ്മിലുള്ള പരിചയം തുടങ്ങിയതാണ്. അന്നും ഞങ്ങളുടെ ചർച്ചകൾ കൂടുതലും ഫോട്ടോഗ്രാഫിയും സിനിമയും ഒക്കെ ആയിരുന്നു. ചിലപ്പോൾ എന്നെക്കാളേറെ സിനിമയിലേക്കും ഫോട്ടോഗ്രാഫിയിലേക്കും വരാൻ താല്പര്യപ്പെട്ട ഒരു മനുഷ്യനാണ് ജെയ്സൺ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങി കേരളത്തിൽ ജോലിയെടുക്കുന്ന കാലത്ത് ഒരു ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ ആ ഡോക്യുമെൻ്ററിയുടെ പേര് നോ സ്മോക്കിംഗ് പ്ലീസ് എന്നായിരുന്നു. ആ ഡോക്യുമെൻ്ററിയുടെ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിന് ജെയ്സൺ ഒത്തിരി സഹായിക്കുകയുണ്ടായി. അതിനു വേണ്ട മ്യൂസിക് ട്രാക്കുകൾ സെലക്ട് ചെയ്യുന്നതിനും ഞങ്ങൾക്ക് കിട്ടാതിരുന്ന മ്യൂസിക് ട്രാക്കുകൾ തപ്പിയെടുക്കുന്നതിനും വേണ്ടി വന്ന ചില മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നതിനും ഒക്കെയുള്ള ഒരു താല്പര്യം ജെയ്സൺ അന്ന് കാണിച്ചു. ആ ഡോക്യുമെൻ്ററിയാണ് എനിക്ക് ആദ്യം ഒരു അവാർഡ് കിട്ടിയ പ്രോജക്റ്റ്. അപ്പം അങ്ങനെ ഒരു അവാർഡ് പ്രോജക്റ്റിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് അന്ന് വർക്ക് ചെയ്യാനും സാധിച്ചു.
ഇനി ഈ വിരമിച്ചിട്ടുള്ള ജെയ്സന്റെ സെക്കൻഡ് ഇന്നിങ്സിൽ ഞങ്ങൾക്ക് വീണ്ടും പല സിനിമകളിൽ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ജെയ്സൺ സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയുടെ ക്യാമറ വർക്ക് ചെയ്യുന്നതിൽ എനിക്ക് എപ്പോഴും വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ ഒരു പ്രോജക്റ്റ് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. 2012 മുതൽ 2014 വരെ അസാപ് ട്രെയിനേഴ്സ് ട്രെയിനർ, 2015 മുതൽ 2018 വരെ കോളേജ് കൗൺസിൽ സെക്രട്ടറി, 2018 മുതൽ 2025 വരെ ദേവമാത എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ്, 2013 മുതൽ 2018 വരെ സ്റ്റാഫ് അസോസിയേഷൻ ഭാരവാഹി എന്നീ നിലകളിൽ അദ്ദേഹം തന്റെ സേവനം ദേവമാതയ്ക്ക് നൽകിയിട്ടുണ്ട്. 2018 മുതൽ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായിരിക്കെ സഹപ്രവർത്തകരുടെ അത്താണി എന്ന് വിശേഷിപ്പിക്കത്തക്ക വിധം മനുഷ്യഹൃദയങ്ങളിൽ കുടിയേറിക്കഴിഞ്ഞിരിക്കുന്നു ഈ വ്യക്തിത്വം. കടപ്ലാമറ്റം മേനമൂട്ടിൽ ബിന്ദു സക്കറിയയാണ് ജെയ്സൺ ബി ജേക്കബിന്റെ ജീവിത പങ്കാളി. റിട്ടയേർഡ് അധ്യാപകനായ അപ്പച്ചനും അധ്യാപികയായ ഭാര്യ ബിന്ദുവും 3 മക്കളും അടങ്ങുന്ന വീട്ടിൽ ഒരു നല്ല ഗൃഹസ്ഥനായി, നല്ല ഒരു മകനായി, സ്നേഹസമ്പന്നനായ ഭർത്താവായി, വാത്സല്യനിധിയായ പിതാവായി മാതൃകാ കുടുംബജീവിതം നയിക്കുന്ന ഡോക്ടർ ജെയ്സൺ ബി ജേക്കബ് സാമൂഹ്യ പ്രവർത്തനത്തിലും സാംസ്കാരിക രംഗത്തും സന്നദ്ധ സേവനത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. ഞാനും ജെയ്സണും ഒരുമിച്ചുള്ള ഒരു യാത്ര തുടങ്ങിയിട്ട് 25 വർഷങ്ങൾ പിന്നിടുകയാണ്. ഈ വർഷങ്ങൾക്കുടനീളം അദ്ദേഹം എനിക്ക് കൂട്ടായിരിക്കുകയും എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുകയും നല്ലൊരു സഹയാത്രികനും എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു ജെയ്സൺ. ജെയ്സന്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും കുടുംബകാര്യങ്ങൾക്കൊരിക്കലും അദ്ദേഹം ഒരു വീഴ്ച വരുത്തിയിട്ടില്ല. മക്കളുടെ കാര്യത്തിലാണേലും പേരൻസിൻ്റെ കാര്യത്തിലാണേലും അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ശ്രദ്ധ പുലർത്തിയിരുന്നു. ജെയ്സൺ ആസ് എ പേഴ്സൺ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹത്തിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹി ഹാസ് ഗോട്ട് എ വെരി ബാലൻസ്ഡ് പേഴ്സണാലിറ്റി. അതുപോലെ തന്നെ വളരെ ടാലൻറ്റഡും ഒത്തിരിയും ക്രിയേറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ടാലൻസ് ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ പ്രകടിപ്പിക്കുവാനുള്ള ഒരു വേദി കിട്ടിയിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. വെറും ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു കോളേജും ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ തീരേണ്ടതാണോ എന്നൊക്കെ പലപ്പോഴും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ഏത് കാര്യം വന്നാലും എന്ത് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും വളരെ സൗമ്യതയോടുകൂടി ശാന്തതയോടുകൂടി ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അദ്ദേഹം ആ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നത് വളരെ ഒരു അത്ഭുതത്തോടു കൂടി തന്നെയാണ് ഞാനത് നോക്കിക്കാണുക. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടർ കാരണമായിരിക്കാം ഹി ഹാസ് ഗോട്ട് എ വൈഡ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ്. ഫ്രണ്ട്ഷിപ്പ് അദ്ദേഹം ഒത്തിരിയും വാല്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒത്തിരി അധികം ഫ്രണ്ട്സ് പരിചയപ്പെടുന്ന ആരും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സായിട്ട് മാറുന്ന ഒരു കാഴ്ച ഒത്തിരിയും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. As my husband, Jason has always been my romantic hero. This is the first token of love he has given me before marriage. ഇതിൽ ചെറിയൊരു ഡ്രോയിങ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻസൈഡ് I cannot show you everything, but still this is a piece of poetry. I was so surprised to get this. സ്കൂളിലെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് അങ്ങോട്ടേക്ക് അയച്ചതാണ് ഇത് കല്യാണത്തിന് മുന്നേ. സോ ഐ ട്രഷർ ദിസ്, ഐ വാല്യൂ ദിസ് വെരി മച്ച്. അതിപ്പോഴും 25 വർഷങ്ങളായിട്ട് പോലും ഇത് ഒരു പരുക്കും കൂടാതെ ഞാനിത് സൂക്ഷിച്ചു വെച്ചിരിക്കുക. അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒത്തിരിയും ശ്രദ്ധ തരുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും എൻ്റെ ഒപ്പം എല്ലാ കാര്യത്തിനും പങ്കുചേരുകയും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാവാതെ ശ്രദ്ധിക്കുന്നുണ്ട് ജെയ്സൺ. ആ കാര്യത്തിൽ ഐ ആം വെരി ലക്കി ടു ബി ഹിസ് വൈഫ്. മക്കളുടെ പ്രിയപ്പെട്ട അച്ഛനായിട്ടും പേരൻസിൻ്റെ പ്രിയപ്പെട്ട മകനായിട്ടും ജെയ്സൺ എപ്പോഴും നിലകൊണ്ടിട്ടുണ്ട്. ഹി ഈസ് ഓൾവേസ് അവർ സ്ട്രെങ്ത് ആൻഡ് ബാക്ക് ബോൺ. റിട്ടയർമെൻറ്റ് ലൈഫ് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി പ്രകടിപ്പിക്കാനുള്ള മറ്റൊരു വേദിയായിട്ട് മാറട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് എല്ലാ ആശംസകളും സ്നേഹത്തോടെ നേരുകയും ചെയ്യുന്നു. 1987-90 കാലഘട്ടത്തിൽ ദേവമാതയിൽ BSc മാത്തമാറ്റിക്സ് ബിരുദ പഠനം പൂർത്തിയാക്കിയ ശ്രീ സിബി അബ്രഹാം ഐസക് സതീർത്ഥ്യർക്കെന്നും സ്നേഹമുള്ള ഒരു സുഹൃത്തായിരുന്നു. സിബി
ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥിയാണ്. കോളേജിലെ അധ്യാപകരോടും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോടും വളരെ നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് സിബിയെ ഞാൻ കാണുന്നത്. എല്ലാവരോടും വളരെ സൗമ്യമായും വളരെ ഹൃദ്യമായും പെരുമാറുവാൻ സിബിക്കെന്നും സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സൂപ്രണ്ട് തീർച്ചയായും കോളേജിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ ടൈപ്പ് റൈറ്റിംഗ് ലോവർ ആൻഡ് ഹയർ പൂർത്തിയാക്കിയ അദ്ദേഹം 1995 ദേവമാതാ കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ സ്ഥിര നിയമനം നേടി. എൻ്റെ സ്കൂൾ പഠനകാലം മുതൽ ഒരുമിച്ച് പഠിക്കുകയും യാത്ര ചെയ്യുകയും സ്കൂളിലേക്കുള്ള യാത്രകൾ പങ്കാളിയായൊക്കെ ചെയ്തിട്ടുള്ള പ്രിയ സുഹൃത്താണ് സിബി എബ്രഹാം ഐസക്. തീർച്ചയായിട്ടും സിബി എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡബിൾ പേഴ്സൺ. നമുക്ക് ഏത് കാര്യത്തിലും സിബിയെ ആശ്രയിച്ചാൽ, സിബിയുടെ അഭിപ്രായം തേടിയാൽ പിന്നെ നമ്മൾ മറ്റൊരു അഭിപ്രായം തേടുകയോ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയോ വേണ്ട. ഒരു പ്ലാൻ ബിയെക്കുറിച്ച് ആലോചിക്കുകയോ വേണ്ട. ജോലിയുടെ കാര്യത്തിൽ ഞങ്ങളൊക്കെ പറയാറുണ്ട്, ഞങ്ങളുടെ സുഹൃത്തുവലയങ്ങളിൽ പറയാറുണ്ട്, സിബി വളരെ വീട്ടുകാര്യങ്ങളെക്കാളും കൂടുതൽ കോളേജിലെ സമയമാണ് കോളേജിൽ ചെലവഴിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ആ ഒരു ജോലിയോടുള്ള അർപ്പണ മനോഭാവവും ആ ഒരു വ്യക്തി എന്ന നിലയിൽ മറ്റുള്ളവർ കൊടുക്കുന്ന ഒരു സന്ദേശവുമായിട്ട് മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. ഏറെ വിനയാന്വിതനും സരളഹൃദയനുമായ ഒരു നല്ല സഹോദരനായി മാത്രമേ അദ്ദേഹത്തെ കാണാൻ സഹപ്രവർത്തകർക്ക് കഴിയുമായിരുന്നുള്ളൂ. ഞാൻ സീനിയർ സൂപ്രണ്ടമായി ദേവമാതാ കോളേജിൽ ജോലി ചെയ്തിരുന്ന അവസരങ്ങളിലൊക്കെ എന്നോടൊത്ത് എല്ലാ കാര്യത്തിലും ആത്മാർത്ഥമായി സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് സിബി. എല്ലാവരോടും സ്നേഹത്തോടും നല്ല അനുഭാവത്തോടും കൂടിയാണ് സിബിയുടെ പെരുമാറ്റം. എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖമായിരുന്നു സിബിക്കുണ്ടായിരുന്നത്. സ്വന്തം ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യതയോടെ നിർവഹിക്കുമ്പോൾ തന്നെ കുറവുകളുള്ളിടത്തേക്ക് ഓടിയെത്താനും അത് പരിഹരിക്കാനും അദ്ദേഹം എപ്പോഴും ശ്രദ്ധാലുവാണ്. സിബി ഐസക് ഓൾവേസ് റേഡിയേറ്റിംഗ് ആൻഡ് വൈബ്രേറ്റിംഗ് പോസിറ്റീവ് എനർജി ഇൻ ആൻഡ് അറൗണ്ട് ദി പേഴ്സൺസ് ഹു അപ്രോച്ചസ് ഹിം. സിബിയെ പറ്റി പറയുമ്പം എനിക്ക് തോന്നുന്നത് 24/7/365 അതാണ് സിബിയുടെ ഷെഡ്യൂൾ കോളേജിൽ. എന്ന് പറഞ്ഞാൽ ഇരവുകളെ പകലുകളാക്കി എന്ന് പറയാറുണ്ട്, രാത്രിയെ പകലുകളാക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു വർക്ക് പോലും പെൻഡിങ് ഇടാതെ അതിസമർത്ഥമായിട്ട്, നല്ല കോമൺ സെൻസ് ഉള്ള ഒരാളാണ്, നല്ല ഇൻ്റലിജൻ്റ് ആണ്, ഹൈലി പ്ലീസിങ് ആണ്, ആരെയും വെറുപ്പിക്കാത്തൊരു നേച്ചറാണ്, അധികാരികളുടെ കണ്ണിലുണ്ണിയാണ്. എ വെരി ഗുഡ് പേഴ്സണാലിറ്റി ആൻഡ് എ വെരി ഗുഡ് അസറ്റ് ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആരോടും പരിഭവങ്ങൾ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടാത്ത അദ്ദേഹം സഹജീവികളുടെ ഏതാവശ്യത്തിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന വിശാല ഹൃദയത്തിന് ഉടമയാണ്. 84 ജൂൺ മാസത്തിലാണ് ഞാൻ സിബി ആദ്യമായി പരിചയപ്പെടുന്നത്. പ്രീ ഡിഗ്രിയുടെ ആദ്യ ക്ലാസ്സിൽ ആദ്യമായി ഞാൻ ചെന്നിരുന്നത് സിബിയുടെ അടുത്തേക്കാണ്. ആ ഇരിപ്പിൽ അന്നുണ്ടായ സൗഹൃദത്തിൻ്റെ ഊഷ്മളത കൂടിയിട്ടേ ഉള്ളൂ, കുറച്ചില്ല. സിബിയിൽ ഞാൻ കണ്ടെത്തിയ ഏറ്റവും ഉദാത്തമായ സ്വഭാവം, സിബി എപ്പോഴും സന്തോഷവാനാണ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ആ ആവശ്യപ്പെടുന്ന ആളെക്കാൾ കൂടുതൽ ആത്മാർത്ഥമായി അതിനുവേണ്ടി എന്തോ ത്യാഗവും ഏതറ്റം വരെയും പോകാൻ സിബി സന്നദ്ധനുമാണ്. ഏത് പാതിരായ്ക്ക് വിളിച്ച് ഒരു സഹായം ആവശ്യപ്പെട്ടാലും എന്താ പ്രശ്നം, ഞാൻ എങ്ങോട്ടാണ് വരണ്ടേ, അടുത്ത നിമിഷം അത് അറ്റ് എനി കോസ്റ്റ് ചെയ്യുവാൻ പ്രതിജ്ഞാബദ്ധനാണ്. ഏത് പ്രതിസന്ധിയിലും ആവശ്യക്കാരന്റെ പക്ഷം പിടിക്കുന്ന ശ്രീ സിബി എബ്രഹാം ഐസക് കുറവലങ്ങാട് അനുഗ്രഹ ചാരിറ്റബിൾ ട്രസ്റ്റിനോട് ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ സ്തുത്യർഹമാണ്. സിബിച്ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ജ്യേഷ്ഠ സഹോദരൻ, അനുഗ്രഹയുടെ ഒരു നല്ലൊരു ഉപകാരി. നമ്മൾ ചെറിയ ചെറിയ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴെല്ലാം ലീവ് എടുത്ത് വരെ നമ്മുടെ കൂടെ ശുശ്രൂഷയ്ക്ക് അത്രയും ആത്മാർത്ഥമായിട്ട് വന്നിരുന്നു. ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങൾ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും ആദ്യം ആശ്രയിക്കുന്നത് പറയുന്നത് സിബിച്ചേട്ടനോട് തന്നെയാണ്. ഏറ്റവും പ്രധാന കാര്യം സിബിച്ചേട്ടൻ്റെ ആ ഒരു എളിമയും ആ ഒരു നന്മ ചെയ്യാനുള്ള ഒരു ആഗ്രഹവും. എന്ത് പറഞ്ഞാലും നോ എന്ന് പറയുന്ന ഒരു വാക്ക് സിബിച്ചേട്ടനെ ഇതുവരേക്കും വന്നിട്ടില്ല. അങ്ങനെ എല്ലാത്തിലും അനുഗ്രഹയുടെ ഒരു അനുഗ്രഹമാണെന്ന് തന്നെ പറയാം. സിബിച്ചേട്ടൻ ഇപ്പോഴും അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് യാതൊരു പ്രതിഫലവും യാതൊരു ഇതും കൂടാണ്ട് ആരും അറിയാത്ത രീതിയിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ അനുഗ്രഹിക്ക് വേണ്ടി ചെയ്യുന്നു. കുറവലങ്ങാടിന്റെ സാംസ്കാരിക രംഗത്ത് ഒരു സജീവ പ്രവർത്തകനാണ് അദ്ദേഹം. മേക്ക് എ സെൻസിബിൾ സൊസൈറ്റി അല്ലെങ്കിൽ മാസ് എന്ന കലാ സാംസ്കാരിക പ്രസ്ഥാനവുമായി ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടവയാണ്. മാസ് കൾച്ചറൽ ഫോറത്തിന്റെ സംഘാടകരിൽ ഒരാളും സജീവ പ്രവർത്തകനുമായ
ശ്രീ സിബി എബ്രഹാം ഐസക്കിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ശാന്തനും സൗമ്യ പ്രകൃതക്കാരനും അതുപോലെ പ്രവൃത്തിയിൽ കണിശക്കാരനുമായ സിബി സാറിൻ്റെ വ്യക്തിത്വം ആരെയും ആകർഷിക്കും. കുറവലങ്ങാട് കുന്നത്ത് വീട്ടിൽ ആൻസി KS ആണ് അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി. ദൈവഭക്തിയും അചഞ്ചലമായ ദൈവാശ്രയബോധവും കൈമുതലാക്കിയ ഒരു നല്ല പിതാവായി തന്റെ 3 മക്കളോടും ഭാര്യയോടുമൊപ്പം സന്തുഷ്ട കുടുംബജീവിതം നയിക്കുന്നു. ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം ഏതെന്ന് ചോദിച്ചാൽ അത് സിബിയെ എനിക്ക് ഭർത്താവായി ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. ഭാര്യ എന്ന നിലയിൽ എന്നെ നന്നായി കെയർ ചെയ്യുന്ന, എന്നെ കേൾക്കുന്ന, എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ നൽകുന്ന വിശ്വസ്തനായ ഒരു ഭർത്താവ് തന്നെയാണ് അദ്ദേഹം. പിതാവ് എന്ന നിലയിൽ മക്കൾക്ക് നല്ലൊരു മാതൃകയാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഒരു കാര്യം ഭയം കൂടാതെ പറയാൻ പറ്റുന്ന ഒരു നല്ല പിതാവാണ്. നല്ലൊരു അയൽക്കാരനാണ്. കാരണം ചുറ്റുപാടുമുള്ളവർക്ക് ഏത് സമയത്തും പേടി കൂടാതെ ഏതാവശ്യങ്ങളും വന്ന് ചോദിക്കാവുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. ഗാന്ധിജിയുടെ വാക്കുകൾ കടമെടുത്താൽ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അതുതന്നെയാണ് സിബിയുടെ ജീവിതം. ഞങ്ങൾക്കെല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ്. സഹാനുഭാവിയായ ഒരു നല്ല അയൽക്കാരൻ, ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലെല്ലാം കുറവലങ്ങാടും പരിസര പ്രദേശങ്ങളിലും ഏവർക്കും പ്രിയങ്കരനാണ് ശ്രീ സിബി അബ്രഹാം ഐസക്. കർമ്മനിരതവും ക്രിയാത്മകവുമായ നിരവധി വർഷങ്ങൾ, നിരവധി മേഖലകൾ ഇനിയും നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ സ്നേഹപൂർവം ആദരപൂർവം വിടാം. ദേവമാതാ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ യാത്രാമംഗളങ്ങൾ.